ആൻഡ് തോട്ട് ഫോർ ദ ഡേ. ഇന്ന് വയോജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഈ വയോജന ദിനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയസ്സായവരെ കുറച്ചും കൂടി കെയർ ചെയ്യാനും അവരുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് നമുക്ക് കണ്ടറിയാനും ഒക്കെയാണ് ഈ ഓരോ ദിനങ്ങളായിട്ട് ഇങ്ങനെ ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വയോജന ദിനത്തിൽ ആയുർവേദത്തിന് എങ്ങനെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ, ഈ വയോജനങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. വിധത്തിൽ ജരചികിത്സ അല്ലെങ്കിൽ രസായന ചികിത്സ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റാണ്. അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ ഈ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ ജരാനരകൾ ബാധിക്കുമ്പോഴും നമ്മൾ അധികം അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നടക്കാനും ഉള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അത് നമ്മുടെ ഫുള്ളായിട്ട് മനസ്സും ശരീരവും എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ളതിൻ്റെ ഫുൾ കോൺസെപ്റ്റ് തന്നെ അതിൽ പറയുന്നുണ്ട്. രസായന ചികിത്സയിൽ അല്ലെങ്കിൽ ജലചികിത്സയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജീവനീയ ഗണമായിട്ടുള്ള ഔഷധങ്ങളാണ്. അതായത് ജീവൻ കൂടുതൽ നിലനിർത്തുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ. അതിൽ അശ്വഗന്ധം, ശതാവരി, പിന്നെ നമ്മുടെ ചിറ്റമൃത്, നെല്ലിക്ക ഇതൊക്കെ ഉൾപ്പെട്ടതാണ്. പിന്നെ കൃത്യമായ പഥ്യങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്ത് കഴിക്കണ്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള ചൂടോടുകൂടിയുള്ള ആഹാരം കഴിക്കാനും ഭക്ഷണത്തിൽ നെയ്യ് പോലെയുള്ള കാര്യങ്ങൾ എത്ര ക്വാണ്ടിറ്റി ചേർക്കണം എന്നും പിന്നെ നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ആവശ്യകതയും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ലഘുത്വം ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്, എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ഈ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ അഭ്യംഗം എന്ന് പറയുമ്പോൾ തൈലമായിട്ടുള്ള മസാജാണ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ സ്വേദനം, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നത് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. മെമ്മറി ലോസും അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതിന് അത് പ്രശ്നങ്ങൾ കൂടുതലാവാതിരിക്കാൻ മുന്നേ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ അതിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പഞ്ചകർമ്മ ഇതിൽ ഉൾപ്പെട്ടതാണ്. പിന്നെ അവർക്കുള്ള ഓരോ കാലാവസ്ഥയിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. വാതരോഗം ചികിത്സ ആയുർവേദത്തിൽ മെയിനായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ ആർത്രൈറ്റിസും പലതരം സന്ധിവാതങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഓർമ്മക്കുറവിൻ്റെയും ആ കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ വരാതിരിക്കാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ജരാചികിത്സ അല്ലെങ്കിൽ ഈ രസായന ചികിത്സ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ വയസ്സായവർക്ക് ആയുർവേദത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. മൈൽഡായിട്ടുള്ള രീതിയിൽ എല്ലാം കൊണ്ട് നടക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വാർദ്ധക്യം ആസ്വദിക്കൂ, ആഘോഷിക്കൂ. താങ്ക് യു വെരി മച്ച്.